കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ശരിക്കും വട്ടാണോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, ഒരിക്കൽ പറഞ്ഞു ഞാൻ അടുത്ത ജന്മത്തിൽ ഇനി ബ്രാഹ്മണനായിട്ട് ജനിക്കാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ അയ്യപ്പൻ്റെ അനിയനാണെന്ന് പറഞ്ഞു. ഇപ്പം പറയുന്നു ഞാൻ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പോകുന്നു, മറ്റൊരാൾക്ക് ആ അവസരം കൊടുക്കണം. ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നത് ഈ 3 കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞത് എന്താണ്? സദാനന്ദൻ മാഷിൻ്റെ മട്ടന്നൂരിലെ ഓഫീസിൻ്റെ ഉദ്ഘാടനം അല്ലേ? അതിൽ സുരേഷ് ഗോപി പറയുന്നു ഇത് ഒരു MP-യുടെ ഓഫീസാണ്, ഇതൊരു മന്ത്രിയുടെ ഓഫീസ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ കുഴപ്പം അതിനകത്ത്? ഒരു കുഴപ്പമില്ല. ഒരു കേരളത്തിൽ നിന്നുള്ളൊരു MP അദ്ദേഹം മന്ത്രിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനകത്ത് ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നു ഞാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് ജയിച്ച ആദ്യത്തെ BJP MP ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയിരിക്കുന്നത്. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരാൾ മന്ത്രിയായിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ മന്ത്രിക്ക് മറ്റ് ലാഭമുണ്ടാകാവുന്ന ശമ്പളം കിട്ടുന്ന ജോലികൾ ചെയ്യുന്നതിന് തടസ്സമൊക്കെ ഉണ്ട്. ഇപ്പോൾ നടനാവണം, അദ്ദേഹം നടനാണ്, നടനെന്ന നിലയിൽ വലിയ പ്രതിഫലം കിട്ടുന്ന നടനാണ്, കോടികൾ പ്രതിഫലം കിട്ടുന്ന മലയാളത്തിലെ ഒരു മുൻനിര താരമാണ് സുരേഷ് ഗോപി, തർക്കമില്ല. അങ്ങനെ കിട്ടുന്ന പണം അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജപ്തി പോയ വീടുകൾ തിരിച്ചു പിടിച്ചു കൊടുത്തിട്ടുണ്ട്, ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എൻഡോസൾഫാൻ ബാധിതർക്ക് ആശ്വാസം എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തൻ്റെ വരുമാനത്തിൽ നിന്ന്, തൻ്റെ കിമ്പളത്തിൽ നിന്നല്ല, തൻ്റെ ശമ്പളത്തിൽ നിന്ന്, അദ്ദേഹം ശമ്പളം എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ശമ്പളം, അതിൻ്റെ ഭാഗമെടുത്ത് അദ്ദേഹത്തിൻ്റെ മകളുടെ ലക്ഷ്മിയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. മരിച്ചുപോയ മകളുണ്ടല്ലോ, അപകടത്തിൽ മരിച്ച മകളുടെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അഭിനയിക്കാൻ പോയാൽ എനിക്ക് നല്ല പൈസ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹം ആരുടെ നിന്നും കൈക്കൂലി മേടിക്കുന്ന മന്ത്രിയല്ല. ആകെ MP എന്ന നിലയിൽ കിട്ടുന്ന ഏതാണ്ട് 1.5 ലക്ഷം രൂപ എല്ലാ അലവൻസുകൾക്ക് ഉൾപ്പെടുത്തിയാൽ 2 ലക്ഷത്തിൽ താഴെ രൂപ സുരേഷ് ഗോപിക്ക് മാസം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. സിനിമ കൂടെ അഭിനയിച്ചാലേ അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇറ്റ്സ് എ റിയാലിറ്റി. അത് അദ്ദേഹം പറയുന്നു ഞാനിപ്പോൾ എനിക്ക് മന്ത്രിയാവണമെന്നൊന്നുമില്ല. അദ്ദേഹം മന്ത്രിയാവുന്നുണ്ടെങ്കിൽ ആവട്ടെ. ഈ വെളുക്കെ ചിരിച്ചു എനിക്കങ്ങനെ ഈ മറ്റുള്ളവരുടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെളുക്കെ ചിരിച്ചു കാണിക്കാൻ എനിക്കറിയില്ല. വെളുക്കെ ചിരിച്ചു കാണിക്കുന്നവർ അപകടത്തിലേക്കാണ് നിങ്ങളെ ചാടിക്കുന്നത് എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ സദാനന്ദൻ മാഷ് മന്ത്രിയാവട്ടെ, എനിക്ക് മന്ത്രി ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ മാറാനും തയ്യാറാണ്. കേരളത്തിന് ഇനി ഒരു മന്ത്രിസ്ഥാനം കൂടെ തരാൻ പറ്റില്ല എന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ മാറാം. അദ്ദേഹം പറയുന്നത് സദാനന്ദൻ മാഷിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പച്ചയ്ക്ക് പിടിച്ചു നിർത്തി കാല് വെട്ടിമുറിച്ച് മാറ്റപ്പെട്ട ആളാണ് സദാനന്ദൻ മാഷ്. സുരേഷ് ഗോപി കണക്കാക്കുന്നത് തന്നെക്കാളും യോഗ്യനാണ് സദാനന്ദൻ മാഷ്. സദാനന്ദൻ മാഷ് ആവട്ടെ, അതിനെന്താ കുഴപ്പം? ഞാൻ ഇനി ഒരു മന്ത്രിസ്ഥാനം കൂടെ കിട്ടാൻ മാർഗമില്ലെങ്കിൽ ഞാൻ ഒഴിയാം, അദ്ദേഹം ആവട്ടെ, എനിക്കത് സന്തോഷമാണ് എന്ന് പറയുന്നത് കുഴപ്പമാണോ? കാരണം ഈ ത്യജിക്കുക എന്ന് പറയുന്നത് നമുക്ക് ശീലമില്ലാത്തവരാണ്. അതെ, നമുക്കാർക്കും കയ്യിലുള്ളത് പോവരുത്, കുറച്ചുകൂടെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചത് താൻ ത്യജിക്കാൻ തയ്യാറാണ്. എന്തിനാണ്? എന്നെക്കാൾ കൂടുതൽ അർഹതയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട്. വേണമെങ്കിൽ ഞാനപ്പോൾ എനിക്കതുകൊണ്ട് ഗുണമുണ്ട്, കാരണം എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാമല്ലോ, എനിക്ക് കൂടുതൽ പൈസ കിട്ടുമല്ലോ, അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും പറ്റും എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം, എന്ന് പറയുന്ന ഒരു പ്രസ്താവന കേട്ടിട്ട് വട്ടാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കാണോ നമുക്കാണ് പ്രശ്നം. ഒരാൾ പറയുകയാണ് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കാം, അദ്ദേഹം ആയിക്കോട്ടെ, എന്നെക്കാളും അർഹൻ അദ്ദേഹമാണ് എന്ന് പറയുന്ന ഒരാളെ ഭ്രാന്തനെന്ന് വിളിക്കുന്നത് കയ്യിലുള്ള ഒന്നും വിട്ടുകൊടുക്കില്ല, എനിക്ക് ഇനിയും വേണം, ഇനിയും എനിക്ക് ഗ്രാബ് ചെയ്യണം, എനിക്ക് നേടിയെടുക്കണം, എല്ലാം എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ പറയുന്നത് ജൽപ്പനമായിട്ടും ഭ്രാന്തായിട്ടും തോന്നുന്നത്, അല്ലേ? അതെ. സുരേഷ് ഗോപി പറയുന്നത് എന്നെക്കാളും അർഹനാണ് സദാനന്ദൻ മാഷ്, അദ്ദേഹത്തിന് ഞാൻ മന്ത്രിയായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരെണ്ണം കിട്ടാൻ തടസ്സമുണ്ടെങ്കിൽ ഞാനങ്ങ് മാറാം എന്ന് പറയുന്നത് ഒരാശംസയാണ്. അതിനെ എടുത്തിട്ട് കണ്ടില്ലേ, തൃശ്ശൂർക്കാർക്ക് പറ്റിയ അബദ്ധമാണ്. ഒരു മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് അത് വേണ്ട എന്ന് പറയുന്നു, എനിക്ക് അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മലയാളിയുടെ സ്വഭാവമാണ്. അത് മലയാളിയുടെ അത്യാഗ്രഹത്തിൻ്റെ ഭാവമാണ്. ഞാനതാ പറഞ്ഞത്, സുരേഷ് ഗോപിയുടെ വലിയ മനസ്സ്, ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയക്കാരെയും പോലെ വെളുക്കെ ചിരിച്ച്, അദ്ദേഹത്തിന് അധികാരമില്ലാത്ത ഒരു ലൈഫ്
വീട് കിട്ടാൻ, ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള വീട് കിട്ടാൻ അപേക്ഷ കിട്ടിയാൽ അത് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് നോക്കിക്കോളാം കേട്ടോ, പൊക്കോ എന്ന് പുറത്ത് തട്ടി വിട്ടിട്ട് ഇത് കീറിക്കളയുന്ന ആളല്ല സുരേഷ് ഗോപി. അദ്ദേഹം പറയും ഇത് ഞാനല്ല ഇതിൻ്റെ ആൾ, നിങ്ങളുടെ മന്ത്രിയുടെ കൊടുക്കുക, നിങ്ങളുടെ പഞ്ചായത്തിൽ കൊടുക്കുക. അവരാണ്. കേരളത്തിലൊരു MPക്കോ ഒരു MLAക്കോ വിചാരിച്ചാൽ ആ ലോക്കൽ റോഡ് മുഴുവൻ നന്നാക്കാൻ കഴിയില്ല, അതിനുള്ള അവകാശമില്ല. ഈ നാഷണൽ ഹൈവേ ആണെങ്കിൽ കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്, സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ സർക്കാരിൻ്റെ കയ്യിലാണ്, പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്താണ് തീരുമാനിക്കേണ്ടത് അല്ലേ. അതെ. MPക്ക് എന്ത് ചെയ്യാൻ പറ്റും? MPക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. MPക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നത് നമ്മുടെ നാട്ടിൽ MPക്ക് ഒരു വർഷം അനുവദിക്കുന്ന 5 കോടി രൂപ മറ്റുണ്ട്. ആ 5 കോടി രൂപ വെച്ച് ഈ ചില പ്രോജക്റ്റുകൾ നടപ്പാക്കാം. അത് നാട്ടിലൊക്കെ ഈ ഇരിക്കാൻ പറ്റാത്ത കമ്പി ഉരുട്ടിയെടുക്കുന്ന വെയിറ്റിംഗ് ഷെഡുകളും മറ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് കേരളത്തിൽ മുഴുവൻ ഉണ്ടാക്കുന്നത്. അതെ, പക്ഷേ സുരേഷ് ഗോപി വളരെ പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലെ പൈസയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിക്ക് എന്തോ കുഴപ്പമുണ്ട്, സുരേഷ് ഗോപിക്ക് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പം നമ്മുടെയാണ്. നമുക്ക് കയ്യിലുള്ളത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അയ്യപ്പൻ്റെ അനിയനാണ് ഞാൻ, അത് കേട്ട് അപഹസിച്ച ട്രോൾ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. ഈ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മളിപ്പം വടക്കുംനാഥനെ കാണാൻ പോകുന്നു. നമ്മൾ വടക്കുംനാഥൻ്റെ മുന്നിൽ നമ്മൾ വിനീത ഭാവത്തിൽ നിന്ന് ഭഗവാനോട് അർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് അല്ലേ. വടക്കുംനാഥൻ അദ്ദേഹം അത് വലിയ മഹാദേവൻ, വലിയ ഒരു ഗ്രേറ്റ്നെസ്സോടെ നിൽക്കുന്നു. അതിൻ്റെ മുന്നിൽ ഒരു പുൽനാമ്പ് പോലെ, തൃണം പോലെ നമ്മൾ നിൽക്കുന്നു. ഇതാണ് എല്ലാ ക്ഷേത്ര സങ്കല്പങ്ങളും. പക്ഷെ ശബരിമലയിൽ അങ്ങനെയല്ലോ. സിനു ശബരിമലയ്ക്ക് പോകുന്ന ആരെ കാണാനാ? അയ്യപ്പനെ കാണാനാണ്. അതെ. സിനു മാലയിട്ടാൽ സിനുവിനെ പിന്നെ വിളിക്കുന്നത് എന്താണ്? സ്വാമി എന്ന്, അയ്യപ്പ എന്ന് വിളിക്കും. അതായത് ഭഗവാനും സിനുവും ഒന്ന് തന്നെയാണ്. ഭഗവാൻ തന്നെയായിട്ട് ഭക്തനും മാറുന്നു. ഭക്തനും ഭഗവാനും ഒന്നാവുന്ന ഒരു രീതി ശബരിമലയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ വടക്കുംനാഥൻ എടുത്തു പോയാൽ സിനുവിനെ വടക്കുംനാഥൻ ആരെങ്കിലും വിളിക്കില്ല. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടാൽ സിനുവിനെ എന്ത് വിളിക്കും? അയ്യപ്പ എന്ന് വിളിക്കും. പഴനിക്ക് പോകാൻ മാലയിട്ടാൽ നിങ്ങളെ മുരുക എന്ന് വിളിക്കില്ല, നിങ്ങളെ സിനു എന്ന് തന്നെ വിളിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ വഴിയിൽ കണ്ട അയ്യപ്പന്മാരെ കണ്ടാൽ നമ്മൾ ഒന്നെങ്കിൽ സ്വാമി എന്ന് വിളിക്കും, അല്ലെ അയ്യപ്പ എന്ന് വിളിക്കും. കാരണം ഭഗവാനും ഭക്തനും ഒന്നാവുന്നു. അതാണ് അദ്വൈതം, തത്വമസി. ഭേദമില്ല, ഭഗവാനും ഭക്തനും തമ്മിൽ ഭേദമില്ല എന്ന് കരുതുന്ന സങ്കല്പം ശബരിമലയെ മാത്രമേ. എനിക്ക് തോന്നുന്നത് അദ്വൈതത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ ശബരിമലയാണ്. ഭഗവാനും ഭക്തനും തമ്മിൽ ഒരു ഭിന്നതയില്ല. അപ്പോൾ നോക്കൂ, ആദ്യത്തെ അയ്യപ്പനാരാ? ശബരിമലയിരിക്കുന്ന അയ്യപ്പൻ. ഇപ്പം മാലയിടുന്ന ഞാൻ 2025 ഒക്ടോബർ 14 മാലയിട്ട അയ്യപ്പനാണ്. അപ്പോൾ ഞാനാണോ അദ്ദേഹമാണോ ആദ്യത്തെ അയ്യപ്പൻ ശബരിമലയിരിക്കുന്നതാണ്? അത് അപ്പം എൻ്റെ ആരായിട്ട് വരും? ചേട്ടനായിട്ട് വരും. ഞാൻ അനിയനാണ്. ഇതാണ് പറഞ്ഞത്. ഇതല്ലേ സുരേഷ് ഗോപി പറഞ്ഞത്? ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ ഇതറിയാൻ വയ്യാത്ത കുറേ ഈ മുസ്ലിം പേരുകാരും കുറേ ക്രിസ്ത്യൻ പേരുകാരും വന്നിട്ട് ഇയാൾക്ക് പ്രാന്താണ് എന്നൊക്കെ പറയുകയാണ്. ഇവർക്കറിയില്ല എന്താണ് ഈ ദൈവതാ സങ്കല്പത്തെക്കുറിച്ച്. ഇപ്പം നമ്മൾ ഗുരുവായൂർ പോകുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ടം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ. ആനയോട്ട മത്സരം ഭഗവാന് കുന്നത്തൂർ കോട്ടയിൽ ഒരുപാട് ആനകളൊക്കെ ഉണ്ട്. ആനയോട്ടം ഇഷ്ടമാണ്. നിങ്ങൾ തൃച്ചംബരത്ത് ചെല്ലൂ. തൃച്ചംബരത്ത് ആനയില്ല, ആന എഴുന്നള്ളിക്കാൻ പാടില്ല. അവിടെ കംസ നിഗ്രഹത്തിന് ശേഷം ഗജരാജൻ്റെ മസ്തകം തകർത്ത ഭാവത്തിലിരിക്കുന്ന കൃഷ്ണനാണ്. അതുകൊണ്ട് തൃച്ചംബരം കൃഷ്ണൻ്റെ മുന്നിൽ ആന എഴുന്നള്ളിക്കാൻ പാടില്ല. പക്ഷെ രണ്ട് കൃഷ്ണനാണ്. അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ദേവതാ സങ്കല്പം ഒന്നാണെങ്കിലും ഭാവം വ്യത്യസ്തമാണ്. ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ വൈദ്യനാഥ ക്ഷേത്രമുണ്ട്. വൈദ്യനാഥൻ ആരാണ്? ശിവനാണ്. അവിടെ ഇരിക്കുന്നത് വൈദ്യൻ, സകല രോഗങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്ന ലോകത്തിലെ സകല വൈദ്യന്മാരുടെയും നാഥനായിട്ടിരിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ ഓരോ മൂർത്തിക്കും വ്യത്യാസമുണ്ട്, ഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ആര്യങ്കാവിലും അച്ചൻകോവിലും ചെന്നാൽ അവിടെ അയ്യപ്പനുണ്ട്. ഈ ബാലരൂപത്തിലും പത്നി സമേതനുമായിട്ടിരിക്കുന്ന ശാസ്താവിനെ കാണാം നമുക്ക് അവിടെ പോയാൽ. ശബരിമലയിൽ യോഗി ഭാവത്തിലാണ്. ഇങ്ങനെ ഒരു വൈക്കത്ത് ചെല്ലുക. വൈക്കത്ത് അന്നദാന പ്രഭുവാണ് ഭഗവാൻ. മഹാദേവൻ ഇരിക്കുന്നത് അന്നദാന പ്രഭു. അതുകൊണ്ടാണ് അമ്പലത്തിൻ്റെ കോട്ടവാതിലുകൾ അടയ്ക്കും മുമ്പ് ഇപ്പോഴും വിളിച്ചു ചോദിക്കും, അത്താഴപ്പട്ടിണിക്കാരെങ്കിലും ഉണ്ടോ, അത്താഴപ്പട്ടിണിക്കാരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിട്ടാണ് വൈക്കം ക്ഷേത്രത്തിൻ്റെ വലിയ 8-9 ഏക്കർ വിസ്തൃതിയിലുള്ള ക്ഷേത്രമാണ് അതിൻ്റെ കൂറ്റൻ വാതിലുകൾ അടയ്ക്കുന്നത്. കാരണം ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നത് അവസാനത്തെ ഭക്തനും ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഭഗവാൻ ഭക്ഷണം കഴിക്കൂ എന്നാണ് സങ്കല്പം.
അതാണ് അന്നദാന പ്രഭു എന്ന് പറയുന്നത്. അവിടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അന്നദാനം നടത്തുക എന്നാണ്. ഇപ്പോൾ ഗുരുവായൂരെ ഉദയാസ്തമന പൂജ അല്ലെങ്കിൽ ശബരിമലയിലെ പടിപൂജ എന്ന് പറയുന്നത് പോലെ പ്രധാനപ്പെട്ട വഴിപാടാണ്. അവിടെ നമുക്ക് അന്നദാനം നടത്താം. ഇത്ര പേർക്കുള്ള അല്ലെങ്കിൽ ഇത്ര പറയുടെ അന്നദാനം. ഈ അന്നദാനം നടത്തുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഭഗവാൻ ഇഷ്ടമാണ് ആ അന്നദാനം കഴിക്കാൻ ചെല്ലുന്നത്. ആ വളരെ വിഭവസമൃദ്ധമായ സദ്യയാണ് എല്ലാ ദിവസവും വിളമ്പുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുന്നുണ്ട് എല്ലാ ദിവസവും. അത് നടത്തുന്ന ആൾക്ക് ഉള്ള അതേ പരിഗണനയാണ് ഭഗവാൻ അത് കഴിക്കുന്ന ആൾക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന മൂർത്തി ഒന്നാണെങ്കിലും മൂർത്തിയുടെ ഭാവങ്ങൾ വ്യത്യാസമാണ്. അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ പൂജയും ആചാരങ്ങളും ചിട്ടവട്ടങ്ങളും ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അറിയില്ല, ഹിന്ദുക്കൾക്ക് പോലും അറിയത്തില്ല കേട്ടോ, ഹിന്ദുക്കളുടെ ഭൂരിപക്ഷത്തിനും അറിയില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പറയാമോ, അയ്യപ്പൻ്റെ അനിയൻ ആണെന്നേ. ഇന്നു മാലയിടുന്ന ആൾ അവിടെ ഇരിക്കുന്ന പന്തള രാജകുമാരനായ ആ വലിയ അയ്യപ്പൻ്റെ ഇളയ സഹോദരനാണ്. ആ ബോധ്യം നമുക്കുണ്ടാകണം. ഇത് മനസ്സിലാക്കാതെ സുരേഷ് ഗോപി അയ്യപ്പൻ്റെ അനിയനാണെന്ന് പറയും. ഇനി ശിവ പറഞ്ഞ എന്താണ്, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണമെന്നല്ല അത് പറഞ്ഞു, വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ എനിക്ക് ഭഗവാനെ പൂജിക്കണം അടുത്ത ജന്മത്തിൽ ഭഗവാനെ പൂജിക്കണമെങ്കിൽ ബ്രാഹ്മണനാവണം. ബ്രാഹ്മണനപ്പോ ബ്രാഹ്മണിക്കൽ ഹെജ്മണിക്കിലുക്കി എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ സിനു അറിയോ പറവൂർ ശ്രീധരൻ തന്ത്രികളെ? പറവൂർ ശ്രീധരൻ തന്ത്രികളെ പൂണൂലിട്ട ആളാണ്, ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പൂണൂലിട്ടായിരുന്നു നടക്കുന്നത്. കാരണം അദ്ദേഹം ബ്രഹ്മജ്ഞാനം നേടുന്ന ആളാണ് ബ്രാഹ്മണൻ. ഇവിടെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറയാറില്ലേ, ചാതുർവർണ്ണ്യം ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയെ പറയുന്നുണ്ട്. ഇതെടുത്ത് വെച്ചിട്ട് പറയും, കണ്ടില്ലേ ഭഗവാനാണ് ഇതിൻ്റെ കുഴപ്പം, ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് മുഴുവൻ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ ഭഗവാനാണ്. എന്നിട്ടാണ് ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കി ഇവിടുത്തെ എല്ലാത്തിനും കുഴപ്പം ഭഗവത്ഗീതയിൽ പറഞ്ഞ ഭഗവാനാണ് എന്ന് പറയും. പക്ഷേ അതിൻ്റെ അടുത്ത വരി പറയത്തില്ല, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജാതി വ്യവസ്ഥ ഞാൻ ഉണ്ടാക്കിയത്. ഒരു ബ്രാഹ്മണൻ്റെ മകൻ പോയി പട്ടാളത്തിൽ ചേർന്നാൽ അവൻ ബ്രാഹ്മണനല്ല, അവൻ പിന്നെ ആരാന്നറിയോ, ക്ഷത്രിയനാ. ബ്രാഹ്മണൻ്റെ മകൻ കച്ചവടം നടത്താൻ പോയാൽ അവൻ വൈശ്യനാണ്. അതേസമയം ഒരു വൈശ്യൻ കച്ചവടക്കാരൻ്റെ മകൻ ബ്രഹ്മജ്ഞാനം നേടിയാൽ അവൻ ആരാവും, ബ്രാഹ്മണനാവും. ഇതറിയില്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നുള്ള ഒറ്റ വരി എടുത്ത് വെച്ചിട്ട് അടുത്ത വരി മറച്ചു വെച്ച് നാട്ട് മുഴുവൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഇതൊക്കെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്ന്. അപ്പോൾ എനിക്കും സിനുവിനും ഇത് കേൾക്കുന്നവർക്കും ബ്രാഹ്മണ്യം നേടാം. എങ്ങനെയാണ്? ബ്രഹ്മജ്ഞാനം നേടിയാൽ മതി. അപ്പം അതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എനിക്ക് അങ്ങനെ ബ്രഹ്മജ്ഞാനം നേടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാനെ പൂജിക്കാം. അല്ലാതെ എനിക്ക് അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായ അച്ഛൻ്റെ അമ്മയുടെയും മകനായി ജനിക്കണമെന്നല്ല സുരേഷ് ഗോപി പറഞ്ഞത്. ഇത് ഹിന്ദുക്കൾക്ക് പോലും മനസ്സിലാവത്തില്ല. കണ്ടില്ലേ? അപ്പം ഈ ബ്രാഹ്മണനല്ലാത്ത മറ്റ് ജാതിക്കാർക്ക് അയാൾ ഭയങ്കര സവർണ മേൽക്കോയ്മയുള്ള അല്ല. ഇത് കേൾക്കുന്ന സാധാരണക്കാരായ ഹിന്ദുക്കളും മനസ്സിലാക്കേണ്ടത് നമുക്കും ബ്രാഹ്മണരാവാം, നമുക്കും ക്ഷത്രിയൻ. നമ്മുടെ തൊഴിൽ എന്താന്ന് നോക്കൂ, കർമ്മമാണ്. കർമ്മത്തിൻ്റെയും ഗുണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയത്. അങ്ങനെ വ്യവസ്ഥ വേണ്ട. അങ്ങനത്തെ വ്യവസ്ഥ എവിടെ ഇല്ലാത്തത്? കച്ചവടക്കാരില്ലേ, ഒരു ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയും ഇല്ലേ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി അല്ലേ? ആണോ? കച്ചവടം നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അതിനകത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മുസ്ലിം ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അതും ഒരു വിഭാഗമാണ്. അപ്പോൾ ഇത് സുരേഷ് ഗോപി സമീപകാലത്ത് പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും സുരേഷ് ഗോപിക്ക് ഇതേക്കുറിച്ച് ബോധമുണ്ട്. നമുക്കതില്ലാത്തത് കൊണ്ട് നമ്മൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യും. സുരേഷ് ഗോപി പറഞ്ഞ എന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. ഒന്ന്, അദ്ദേഹം ഈ നിരന്തരം ഉപയോഗിക്കുന്നൊരു പദം അത്ര ഉചിതമാണെന്ന്. അത് ഈ പ്രജ പറയട്ടെ, നിങ്ങൾ പ്രജകളാണ്. പ്രജകളുടെ കാലം കഴിഞ്ഞു പോയി, നമ്മൾ പൗരന്മാരാണ്. അതെ, പ്രജ ഒരു ഭരണമുള്ളപ്പോൾ രാജാവിൻ്റെ കീഴിൽ കഴിയുന്ന ഒരുപാട് പൗരാവകാശങ്ങളൊന്നുമില്ലാത്ത ഒരാളാണ് പ്രജ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ പ്രജയാണെന്ന് പറയാം. പക്ഷേ പ്രജയാണെന്ന് പറയുന്നതിൽ സാങ്കേതികമായി തെറ്റുന്നു. നമ്മളെല്ലാം ഇന്ത്യ രാജ്യത്തെ പ്രജകളാണ്. അതെ, അമേരിക്ക. പക്ഷേ അത് കുറച്ചുകൂടെ ഫലപ്രദമായ വാക്ക് നല്ലത് പൗരനാണ്. അത് സുരേഷ് ഗോപി ഇനി പ്രജകൾക്ക് പകരം പൗരൻ. കാരണം അത് എന്ത്, ഈ പ്രജ എന്നുള്ള വാക്കെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ ഈ ദുർവ്യാഖ്യാനം ചെയ്ത ഈ വാക്കുകളോട് കണക്ട് ചെയ്യും. അപ്പം ബ്രാഹ്മണ്യം അപ്പം കണ്ടില്ലേ, സവർണ ഫാസിസ്റ്റാണെന്ന് പറയും. ഇതാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രജ എന്നുള്ള വാക്ക് കഴിയുമെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിച്ചാലും വാചികമായി അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സാങ്കേതിക കൂടുതൽ നമുക്ക് ഫിറ്റ് ആവുന്ന വാക്ക് പൗരനാണ്. അപ്പോൾ ആർക്കാണ് ഭ്രാന്ത്?
ഇപ്പൊ ഈ പ്രചരിപ്പിക്കുന്നവർക്കാണെന്ന് വ്യക്തമായി വരുന്നുണ്ട് ഭ്രാന്ത്. അപ്പൊ അവർക്ക് ചില ഉദ്ദേശങ്ങളൂടെ കാണും. തീർച്ചയായും ആ ഭ്രാന്ത് അവർ ഈ ഭ്രാന്തമായി ചിന്തിക്കുന്നത് ഈ മനുഷ്യൻ ജനമനസ്സുകളിൽ നേടിയെടുത്ത അനിഷേധ്യമായ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ എങ്ങനെയെങ്കിലും തട്ടിക്കളയുക, അത് അങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭ്രാന്തന്മാരെ തിരിച്ചറിയുക. ഭ്രാന്തന്മാർക്ക് പക്ഷേ ഒരു ലക്ഷ്യമുണ്ട്. ഇത് അങ്ങനെയുള്ള ഭ്രാന്ത് സ്വമേധയാ ഉണ്ടായ ഭ്രാന്തല്ല. ഇത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് BJP-കാരനായ ഒരാൾ ജയിച്ചു വന്നതുകൊണ്ട് ഇവർക്കുണ്ടായ ഭ്രാന്താണ്. ആ ഭ്രാന്തിന് ചികിത്സ എന്ന് പറയുന്നത് സാധാരണ മരുന്നൊന്നും പോരാ. പള്ളിവാസലിൽ നിന്നോ മൂലമറ്റത്തു നിന്നോ നേരിട്ട് കൊണ്ടുവന്ന് അടിപ്പിക്കണം. അതിനുള്ള ശേഷി നമ്മുടെ ആളുകൾക്കുണ്ട്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കിട്ടും. അത് അന്നേരം കരുതിയിരിക്കുക. ഒരു മനുഷ്യനെ ഞാൻ പറയട്ടെ, കേരളത്തിൽ 20 MP-മാരില്ലേ? ഈ 20 MP-മാരിൽ എന്നും കേൾക്കുന്ന പേര് ആരുടെ മാത്രമാണ്? സുരേഷ് ഗോപിയുടെ മാത്രമാണ്. ബാക്കി 19 പേര് എന്ത് ഉണ്ണാക്കന്മാരുടെ പണിയെടുക്കുന്ന ഒരാൾക്ക് എന്നും പഴി കിട്ടും. മാങ്ങയുള്ള മാവിലെ ഏറ് കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.